ഹലോ, ഇന്ന് നമ്മളൊരു ഫ്ലവറിങ് പ്ലാന്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടൊരു പ്ലാന്റാണ് ജമന്തി അല്ലെങ്കിൽ ക്രൈസാന്തിമം. ഇന്ന് നമുക്ക് ജമന്തിയുടെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് നഴ്സറിയിലൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റും. എൻ്റെ കയ്യിൽ രണ്ട് ടൈപ്പാണുള്ളത്. ഒന്ന് യെല്ലോ ഉണ്ട്, ഒന്ന് വൈറ്റ് ഉണ്ട്. യെല്ലോ പ്ലാന്റിൽ അത്യാവശ്യം നന്നായിട്ട് മുട്ടുകൾ വന്നിട്ടുണ്ട്. മുട്ടുകളൊക്കെ വിരിയാനായിട്ട് തുടങ്ങുന്നേ ഉള്ളൂ. വൈറ്റിലാണെന്നുണ്ടെങ്കിൽ ഫ്ലവേഴ്സൊക്കെ വന്നു കഴിഞ്ഞതുകൊണ്ട് ചില പ്ലാന്റ്സിലൊക്കെ മുട്ടുകൾ വന്നിട്ടുണ്ട്. ചിലതൊക്കെ ഇങ്ങനെ മുട്ടുകൾ വിരിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ജമന്തി ഒരു സീസണൽ ഫ്ലവറിങ് പ്ലാന്റ് അല്ലാത്തതുകൊണ്ട് നമുക്ക് എപ്പോഴും ഫ്ലവേഴ്സ് തരുന്ന ഒരു പ്ലാന്റാണ്. നമ്മൾ നട്ട് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ മുട്ട് വരും. എന്നാൽ മുട്ടുകൾ വിരിയാനായിട്ട് കുറച്ച് സമയം എടുക്കാറുണ്ട്. ചില പ്ലാന്റ്സിലൊക്കെ മുട്ടുകൾ വന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അത് വിരിയുന്നുണ്ടായിരിക്കുക. ഈ ചെടി തണ്ട് വെച്ചിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുക. തണ്ട് എങ്ങനെ എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ കുറച്ചിങ്ങനെ കട്ടി തോന്നുന്ന ഭാഗത്ത് വെച്ച് കട്ട് ചെയ്യുക. ഈ ഒരു കട്ടിങ്സാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. തണ്ട് നടുന്നതിന് മുന്നേ ഇതിൽ റൂട്ടിംഗ് ഹോർമോൺ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. കെമിക്കലായിട്ടുള്ള നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് അലോവേരയാണ് യൂസ് ചെയ്യുന്നത്. അലോവേര ഒരു നല്ലൊരു നാച്ചുറൽ റൂട്ടിംഗ് ഹോർമോണാണ്. ചില ആൾക്കാർ പറയാറുണ്ട് ജമന്തി പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് റൂട്ട് വരുന്നില്ല, നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള പ്ലാന്റ്സ് കേടായി പോകാമെന്നൊക്കെ. അപ്പം അങ്ങനെയുള്ള പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു അലോവേര ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് കുറച്ച് സമയം വെക്കുക. മിനിമം ഒരു 15 മിനിറ്റ് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ 2 മണിക്കൂറിന് നമുക്ക് വെക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ നടാന്നുണ്ടെങ്കിൽ ബെറ്റർ റിസൾട്ട് കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഫ്ലവേഴ്സ് വന്നു കഴിഞ്ഞിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്ലവേഴ്സ് വാടിക്കഴിയുമ്പോൾ അത് കട്ട് ചെയ്ത് കളയുക. ജമന്തി പ്ലാന്റ്സ് നന്നായിട്ട് ഫെർട്ടിലൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലും ബേബി പ്ലാന്റ്സ് വരാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ ജമന്തി പ്ലാന്റ്സിന് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. എൻ്റെ പ്ലാന്റ്സെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്